ഹലോ ഡിയേഴ്സ്, ഞാൻ ജസിൽ. ഇപ്പോൾ എത്തിയിരിക്കുന്നത് നത്തിങ് ഫോൺ 3യുടെ ഒരു ക്വിക്ക് റിവ്യൂമായിട്ടാണ്. എൻ്റെ ഒരു 25 ദിവസത്തിന് ശേഷമുള്ള എൻ്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്, നത്തിങ് ഫോൺ ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് പറയാനാണ് വീഡിയോ. എന്തായാലും നത്തിങ് ഫോൺ 3 ഞാൻ കഴിഞ്ഞ മാസം 20-ാം തീയതി ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇന്നേക്ക് ഏകദേശം ഒരു 20-25 ദിവസം പിന്നിട്ടു. ഇതിൽ ഈ ഫോണിൽ എല്ലാം ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇതിൻ്റെ ക്യാമറ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് അല്ലെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമായി. മറ്റേ ഒരൊറ്റ കാര്യത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ആ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ക്വിക്ക് റിവ്യൂ ആയിട്ട് വന്നിട്ടുള്ളത്. ഒരു ഫോണിന് നിർബന്ധമായിട്ടും നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ ബാറ്ററി. പക്ഷേ നത്തിങ് ഫോൺ 3 ഈ ഫോണ് ബാറ്ററിയിൽ അത്ര ബെസ്റ്റല്ല. നമുക്ക് ഈവൻ ഒരു 1 ഡേ പോലും ബാറ്ററി കിട്ടുന്നില്ല. ഒരു ഡേ മിനിമം 2 വട്ടമെങ്കിലും ചാർജ് ചെയ്യേണ്ട ഒരു സ്ഥിതി ഈ ഫോണിന് ഞാൻ ഈ ഉപയോഗിച്ച ആദ്യത്തെ 25 ദിവസത്തിൽ ഞാൻ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ളൊരു വസ്തുത. ഞാൻ നിങ്ങൾക്കൊരു ഇത് കാണിച്ചു തരാം. അതായത് എൻ്റെ ഫോണിൻ്റെ ഉപയോഗം. രാവിലെ ഞാൻ ഒരു 9 മണിക്ക് ഞാൻ ഏകദേശം ഫോൺ ചാർജ് ചെയ്യാറുള്ളത് 90%. ഞാൻ രാവിലെ 90% ചാർജ് ചെയ്തതിന് ശേഷം രാവിലെ 9 മണിക്കാണ് ചാർജ് ചെയ്യുന്നത്. ഞാൻ ആ ഫോൺ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണാവുന്നതാണ് 9:45 ആകുമ്പോഴേക്കും ആ ഫോണിൻ്റെ ബാറ്ററി 80% ആയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് സ്ക്രീൻ ടൈം കാണാം, വെറും 31% മാത്രമേ സ്ക്രീൻ ടൈം വരുന്നുള്ളൂ. അതിനുശേഷം ഞാൻ വീണ്ടും ഉപയോഗിക്കുകയാണ്, ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. ഞാൻ ആകെ ഉപയോഗിക്കുന്നത് യൂട്യൂബ് അല്ലെങ്കിൽ വാട്സപ്പ് അല്ലെങ്കിൽ കുറച്ച് കാഷ്വലായിട്ടുള്ള കുറച്ച് കോളുകൾ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് പോലും ഉച്ചക്ക് 12:30 ആകുമ്പോഴേക്കും 40% ബാറ്ററി ആയിക്കഴിഞ്ഞു. ആ സമയത്ത് എൻ്റെ സ്ക്രീൻ ടൈം കാണാവുന്നതാണ്. ജസ്റ്റ് 1 മണിക്കൂറും 50 മിനിറ്റുമാണ്. ഏകദേശം 2 മണിക്കൂറിൻ്റെ അടുത്ത് മാത്രമേ എനിക്ക് 40% ചാർജിൽ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അതായത് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 50%-ലധികം ചാർജ് കുറഞ്ഞു. പിന്നീട് ഞാൻ വീണ്ടും ടെസ്റ്റ് ചെയ്തു. ഉച്ചക്ക് 1:45 ആകുമ്പോഴേക്കും ബാറ്ററി 20%-ലേക്ക് എത്തിയിട്ടുണ്ട്. എനിക്ക് ആകെ അവിടെ കിട്ടിയിട്ടുള്ള സ്ക്രീൻ ടൈം ഔട്ട് വെറും 2 മണിക്കൂർ 30 മിനിറ്റാണ്, ഒരു 2.5 മണിക്കൂർ. അതായത് ഏകദേശം 1:30 ആകുമ്പോഴേക്കും എൻ്റെ ഫോണ് ഏകദേശം 20% ചാർജായി. ഞാൻ വീണ്ടും ചാർജ് ചെയ്യാൻ നിർബന്ധിതമാവുകയാണ്. ഈ ഫോണിൽ ഇങ്ങനെയുള്ളൊരു പ്രശ്നമാണ് ഞാൻ ഈ ആദ്യത്തെ 25 ദിവസത്തിൽ ഏറ്റവും കൂടുതൽ നേരിട്ടിട്ടുള്ളത്. അതായത് എന്തൊക്കെ ഉണ്ടായിട്ടും നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു ഇലക്ട്രിക് കാർ വാങ്ങുന്ന ഒരാൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം റേഞ്ച് ആങ്സൈറ്റിയാണ്. അതായത് ഇതപ്പം റേഞ്ച് തീരോ എന്നുള്ളൊരു ആങ്സൈറ്റിയിലായിരിക്കും അവർ കാറ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെയാണ് ഈ ഫോൺ ഇപ്പോൾ വാങ്ങിയതിന് ശേഷം ഒരു ബാറ്ററി ഡ്രെയിൻ ആവുമോ എന്നുള്ളൊരു ആങ്സൈറ്റിയാണ്. ഇത്ര പെട്ടെന്ന് കയ്യോ എന്നുള്ളത്. അതായത് എന്ന് വെച്ചാൽ ഏകദേശം 1% ചാർജ് ഒരു 5 മിനിറ്റ് പോലും നിൽക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇനി ഇവരുടെ നെക്സ്റ്റ് അപ്ഡേറ്റിലോ കാര്യങ്ങളിലൊക്കെ അത് മാറ്റം വരുത്തോ എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാറ്റം വരുത്തുകയാണെങ്കിൽ അത്രയും നല്ലത്. എന്തായാലും ഇതിൻ്റെ ബാറ്ററിയും ഇതിൻ്റെ സോഫ്റ്റ്വെയർസും, അതായത് ബാക്ക്ഗ്രൗണ്ടിലുള്ള സോഫ്റ്റ്വെയർ പ്രവർത്തനങ്ങളും മറ്റുമായിരിക്കാം ബാറ്ററി ഇത്രയും പെട്ടെന്ന് ഡ്രെയിൻ ആവാനുള്ള കാരണം. ഞാൻ നത്തിങ് ഫോണിൻ്റെ കമ്മ്യൂണിറ്റിയിലൊക്കെ ചെക്ക് ചെയ്തു. നിങ്ങൾക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ ഒരുപാട് പരാതി, ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ അല്ലെങ്കിൽ ഈ ഡിവൈസിന് മാത്രമാണ് പ്രശ്നം എന്നുള്ള കാരണം ഏകദേശം ഒരു 160-ൻ്റെ അടുത്ത് പരാതികൾ, എൻ്റെ പോലെ സെയിം പരാതികൾ ഇതിൽ വന്നിട്ടുണ്ട്. പല ആൾക്കാരും പറയുന്നുണ്ട് ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആയി പോകുന്നത് വലിയ ഇഷ്യൂ ആണെന്ന്. ഒരുപാട് കമൻറ്റ് ഞാൻ അതിൽ കണ്ടു. അതിലൊക്കെ നത്തിങ് ഫോണിൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്പേർട്ടുകളുടെ ഭാഗത്തുനിന്നൊക്കെ റീപ്ലൈ വന്നിട്ടുള്ളത് നിങ്ങൾ നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ് വരെ ഒന്ന് കാത്തു നിൽക്കൂ, അത് ശരിയാവും എന്നുള്ള രീതിയിലാണ്. ഞാൻ അത് കാരണം നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ് വരാൻ വെയിറ്റ് ചെയ്യാണ്. എന്തായാലും ഈ ഫോൺ ഞാനിപ്പോൾ വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം ഒരു കാര്യം സത്യം പറയാം, ഞാൻ നന്നായിട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പം ചാർജ് പെട്ടെന്ന് ഡ്രെയിൻ ആവുന്നത് കാരണം ഞാൻ വളരെ ഫോൺ ഉപയോഗം കുറച്ചിട്ടുണ്ട്. സോ അതിന് ഞാൻ നത്തിങ് ഫോണിനെ നന്ദി പറയുകയാണ്. കാരണം ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ ഈ ഫോൺ വാങ്ങുകയാണെങ്കിൽ പറ്റും. ഞാൻ വെറും തമാശ പറയുകയല്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടായത് ഞാൻ വീഡിയോ ചെയ്തു എന്ന് മാത്രം. ഒരു പ്രൊഡക്റ്റിനെയും പ്രൊമോട്ട് ചെയ്യാനോ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ ഫോണ് ഞാൻ അതിൻ്റെ സത്യസന്ധമായുള്ള റിവ്യൂസ് പുറത്തോട്ട് അറിയിക്കൽ എൻ്റെ ബാധ്യതയാണ്. അത് കാരണം മാത്രമാണ് പറയുന്നത്. ബാക്കി എല്ലാത്തിലും ഫോണ് പക്കാ പെർഫെക്റ്റ് ആണ്, വർത്ത് ഓഫ് മണിയാണ്. പക്ഷേ ഈ കാര്യത്തിൽ അവരൊന്നും കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ ബാറ്ററി നമുക്ക് ഈവൻ ഒരു 5000 mAh ബാറ്ററി ഉള്ളൊരു ഫോണാണ്. അത് നമുക്കൊരു 1 ഡേ എന്നെങ്കിലും കിട്ടൽ മസ്റ്റാണ്. മിനിമം നമുക്കൊരു 6 hour എന്നെങ്കിലും സ്ക്രീൻ ടൈം കിട്ടൽ മസ്റ്റാണ്. എന്നാൽ മാത്രമേ നമുക്കൊരു 1 ഡേ ഒക്കെ നമുക്കൊരു ഫോൺ ഉപയോഗിക്കാൻ പറ്റുള്ളൂ.
ഇതിപ്പോൾ എനിക്ക് സാധാരണ എനിക്കിപ്പം കിട്ടുന്നത് ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ കൂടി പോലെ ഒരു 4 മണിക്കൂറൊക്കെയാണ് സ്ക്രീൻ ടൈം കിട്ടുന്നത്. എന്തായാലും ഒരു അടുത്ത അപ്ഡേറ്റിൽ ഇത് മാറ്റം വരുന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് ഇതിൻ്റെ റീസെൻ്റായിട്ടുള്ള ഭാവിയിൽ എന്തൊക്കെയാണ് ഫോണ് മാറ്റങ്ങളുണ്ടോ ഇല്ലെന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോസിൽ നമുക്ക് പറയാവുന്നതാണ്. എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ ഓൺ നെക്സ്റ്റ് വീഡിയോ. സൈനിങ് ഔട്ട്.